മിനർവ അക്കാദമിയിൽ 3-year ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു കോണിക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. കാട്ടിലങ്ങാടിയിലെയും പുല്ലാനിക്കാട്ടിലെയും നിവാസികളും സ്കൂൾ വിദ്യാർത്ഥികളും വടക്കാഞ്ചേരിയിലെത്താൻ എളുപ്പമാർഗമായി റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നാണ് ടൗണിലെത്തുന്നത്. ഇത് വൻ ദുരന്തത്തിന് ഇടയാക്കാവുന്നതാണ്. ഒരു കോണി നിർമ്മിച്ച് മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കിയാൽ ജനങ്ങൾക്ക് പേടി കൂടാതെ ടൗണിലേക്ക് പ്രവേശിക്കാം. പൊതുമരാമത്ത് വകുപ്പാണ് കോണി നിർമ്മിക്കേണ്ടത്. വലിയ തുക ചിലവിടാതെ തന്നെ നിർമ്മിക്കാവുന്നതാണ് കോണി. എന്നാൽ സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അനാസ്ഥയാണ് കോണി നിർമ്മിക്കാൻ വൈകുന്നതെന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. ഇതുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികളെ കണ്ടിട്ട് റെയിൽ ക്ലോസ് ചെയ്ത് കിടക്കുക. അപ്പം ഈ പാലത്തിൻ്റെ മുകളിലേക്ക് ഒരു കോണി സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ട്. അതിനൊരു കോണി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ വരുന്ന ആൾക്കാർക്കും സിസ്റ്റർക്കും കാലത്ത് പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ ട്രെയിൻ കൂടിയൊക്കെ കാരണം ഭയങ്കര അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി വന്ന് എന്താ അപകടം ഉണ്ടാവുക പിടുത്തില്ലാണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ റെയിൽ ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയം. അപ്പോൾ ഒരു ഈ മേൽപ്പാലത്തിൻ്റെ മുകളിലേക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കോണി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായി മാറും. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന സർക്കാരിൻ്റെയും സ്ഥലം MLAയുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ കാട്ടങ്ങാടിയിലെ ആളുകൾ പള്ളിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും എളുപ്പവഴിയിൽ പോകുന്നത് റെയിൽ കടന്നിട്ടാണ്. റെയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഒരു നടപ്പാത കോണിയിലൂടെ പ്രവേശിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ റെയിൽ കടന്നിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അത് PWD ആണ് ചെയ്തു തരേണ്ടത്. PWD എത്രമാത്രം ചെയ്യുന്നു ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്നോട് ഇപ്പോഴാണ് എന്നോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും അതിനൊരു മുൻഗണന കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികതയാണ്. ആ ധാർമ്മികത അനുസരിച്ച് അതിന് മുൻഗണന കൊടുക്കുക. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.